ദേ വന്ന് തട്ടട തുടങ്ങിയുള്ളൂ. ഇതപ്പോഴത്തേനും ഇതേ മലയാളി ഫാമിലി ദേ ഇവിടെ വന്ന് വണ്ടി നിർത്തി ദേ ഇവിടെ വന്നേക്കണ നോക്കിയേ, കണ്ട. പക്ഷെ എന്താ ടൈമിങ് നോക്കിയേ, എന്റെ കൈപ്പിണ്ണു ഇത്രയുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല അന്ന്. ഇവരൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇതാണ് അവസ്ഥ. അയൽ രാജ്യത്ത് വന്നിട്ട് തട്ടുകട, അതാണ് ഞാൻ കണ്ട കിനാശേരി. ഇത്രയും നേരം ചാർജിങ് ആയിരുന്നു പണി. കാരണം ചാർജിങ് സ്റ്റേഷൻ, ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും വലിയ വിഷയം കേരളത്തിലുള്ള ചാർജിങ് സ്റ്റേഷൻ തമിഴ്നാട്ടിൽ കാണൂല, തമിഴ്നാട്ടിലുള്ള ചാർജിങ് സ്റ്റേഷൻ കേരളത്തിൽ കാണൂല. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ദേ ഇപ്പോഴാണ് ഒരു മനസമാധാനമായിട്ട് നിൽക്കുന്നത്. ഇനി വേണ്ടത് കുക്കറിന്റെ ഒന്നും ആവശ്യം ഇന്നില്ല. ഇന്നിപ്പോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണത് ചപ്പാത്തിയും ഇതും മാത്രമാണ്. രാജ്യം വിട്ടത് ഇപ്പുറത്ത് തട്ടുകടയിൽ തുടങ്ങി. ഇതാണ് അവസ്ഥ. അയൽ രാജ്യത്ത് വന്നിട്ട് തട്ടുകട, അതാണ് ഞാൻ കണ്ട കിനാശേരി. ഇപ്പൊ വെക്കാൻ പോണ ഫുഡ് എന്ന് പറയണത് മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ്. അടിപൊളിയാണ്. കഴിച്ചിട്ട് ഒരാളും അയ്യേ എന്ന് പറയൂല. അതെനിക്ക് അത്ര കോൺഫിഡൻസ് ആണ്. ദേ വന്ന് തട്ടുകട തുടങ്ങിയുള്ളൂ. ഇതപ്പോഴത്തേനും ഇതേ മലയാളി ഫാമിലി ദേ ഇവിടെ വന്ന് വണ്ടി നിർത്തി ദേ ഇവിടെ വന്നേക്കണ നോക്കിയേ, കണ്ട. പക്ഷെ എന്താ ടൈമിങ് നോക്കിയേ, എന്റെ കൈപ്പിണ്ണു ഇത്രയുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല അന്ന്. ഇവരൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? സവാള 2 കൂടിയുണ്ട്, അതും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ആദ്യം പോലീസ് വന്നാണ് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ വന്നു, പിന്നെ ഹെൽത്ത്, പഞ്ചായത്ത്, മറ്റത് മറിച്ചത്, എന്തൊക്കെ പുകിലായാന്. ഇവിടെ ആവുമ്പോ ആർക്കും കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് മര്യാദക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സവാള ഗിരി 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 കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് കേട്ടാ. എന്തിനാ ഇനി ഇത് എന്ത് കാണിക്കാനാ? ഇനി ഇത് എന്ത് കാണിക്കാനാ? വെളിച്ചെണ്ണ ഇത്തിരി കുറഞ്ഞു പോയോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടോ. വേറെ പൊടിയൊന്നുമില്ലല്ലോ. ഏത് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ. മുട്ട മസാല അല്ലേ ഉണ്ടാക്കണത്? മുട്ട ചിക്കിയാ പോരെ? മുട്ട ചിക്കിയാ പോരെ? നിനക്ക് വേണ്ടേ?
എന്താ എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ അതല്ലേ ഞാൻ ചോദിച്ചത്. മുട്ട ചിക്കിയാ പോരെ. ഏത് മുട്ട? മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മുട്ട പുഴുങ്ങണ്ടേ? റേഡിയേറ്ററിൽ വെച്ച് പുഴുങ്ങിട്ട് കൊണ്ടുവന്നാ മതിയോ? ഏത് ഉപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ. ഉപ്പിട്ട പാടോ? ഓഹോ, പിന്നെ ഇത്തിരി ഉപ്പും കൂടി പോരട്ടെ. ഇത്ര ഇട്ടാ പോരെ? ഉപ്പും കൂടി ഇട്ടേക്കാം. അത് ഉടച്ചു വെക്കും. ഏതാ? ഒന്നും കൂടെ വരണ്ടിട്ട് പോരാ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയോ? ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട. ഇത് അങ്ങോട്ട് ശരിക്കൊന്നും കൂടെ മുരണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെടുത്ത് ഒഴിക്കാം. എന്താ സെറ്റപ്പ് ഇതേ ഇവിടെ നോക്കിയ പുലിയായിരുന്നു പുലി. ഇപ്പൊ അതെ തമിഴ്നാട്ടിൽ വന്നിട്ട്, അല്ല അയൽ രാജ്യത്ത് വന്നിട്ടേ തട്ടുകടയിട്ട് ജീവിക്കണ എന്തൊരു കഷ്ടപ്പാടാ നോക്കിയേ. കൊതി കുത്തൊന്നും അടിക്കണ്ട. ആ ചുമന്ന കൊടിയും കൊണ്ട് ആളുകൾ വരുന്നു ഉള്ള പേടിയൊന്നും. ഒരു കയ്യിലുണ്ടായി. അതല്ല അതുപോലെ ഇത്രയും കൂടെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. വഴറ്റില്ല. ഈ വീട്ടിലെ കറി ഉണ്ടാക്കുമ്പോ അടുക്കളയിൽ കയറുമല്ലോ വല്ലപ്പോഴും. അപ്പൊ അധിക സാധനങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോ അപ്പൊ തന്നെ അതൊരു അതൊരു ശീലമായതുകൊണ്ടേ. ഏത് ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഗ്ലാസ് രണ്ടെണ്ണം ഇല്ലേ നോക്കിയേ? ഒരെണ്ണമുള്ള രണ്ടെണ്ണം ഞാൻ മേടിച്ച് കണ്ടാണല്ലോ. ഒന്ന് ആ ചായപാത്രത്തിലുണ്ടായി. ഇവിടെ എണ്ണ കൂടിപ്പോയിന്ന് എനിക്ക് സംശയം കിട്ടാം. ആ മുട്ട വയറ്റാൻ എണ്ണ വേണം. ഏ മുളക് ഇട്ട് ഞാനത് മുളക് ഫുള്ളാക്കിയിട്ട് ഞാൻ ഫുള്ളാക്കിയിട്ട് തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്തിട്ട് പൊടികളല്ലേ. തക്കാളിയെല്ലാം എടുത്തു. എന്തായാലും ഇനി എന്തിനാ സെപ്പറേറ്റ് സലാഡ്? അതും കൂടി ഇങ്ങോട്ട് എടുത്തിട്. അതും കൂടി എടുത്തിട ഇങ്ങോട്ട് വേഗം എടുത്തിട. വയറ്റി സെറ്റാക്കാടാ. ഇപ്പൊ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാടാ. എടാ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇന്ന് വരാ ഒരു മലയാളിയും പറഞ്ഞിട്ടില്ല അയ്യേ എന്ന്. അപ്പൊ ഒരു മലയാളിയും കഴിച്ചിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ടില്ല. കൊറേ പേർക്ക് 1000 പേർക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്.
എടാ ഇതിപ്പോ സെറ്റാണ്ടാ. എഗ് മസാല എടുത്തു. എഗ് മസാല ഉണ്ടായല്ലോ അതിനകത്ത്. എഗ് മസാല കിട്ടിയില്ല. അത് പൊട്ടിക്ക്. പൊട്ടിക്ക്. ഇത് കംപ്ലീറ്റ് വെള്ളമാണ്, അല്ല എണ്ണയാണ്. എടുക്കങ്ങട്. അല്ല അല്ല ഇടണ്ട, ഇടല്ലേ. നമുക്ക് മുട്ട ചിക്കുക. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കി. വെരി സിമ്പിളാണ്. ഇതിങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഒന്ന് എത്ര എണ്ണം വേണ്ടി വരും? 4 എണ്ണം. 2. എന്തിനാ 4 എണ്ണം? 3 എണ്ണം മതി. എന്തിനാ 4 എണ്ണം? ഇത് ചിക്കണല്ലേ? ഇത് ചിക്കി ഇപ്പൊ തിങ്ങിത്തെറിഞ്ഞ് നിറഞ്ഞു വരും. നിറഞ്ഞു വരും, എനിക്കറിയാം. ഇതെന്താ ചിക്കി ചിക്കി വന്നെ കണ്ടോ പിള്ളേച്ച? എന്നിട്ട് അത് മുളക് പൊടി, മുട്ടയുടെ പരിപാടി. അത് പാക്കം. മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞപ്പൊടി ഇട്ട്, എഗ് മസാല പൊട്ടിക്ക്. ഈ സ്പൂണിലിട്ടെ, ഇത് ഇടങ്ങട് കൈ വറക്കണ്ട. ആരടിക്കണ്ട. മറ് ഇതാണ് കംഫർട്ട്. ഉണ്ടല്ലേ, ഞാൻ ചെറുതുമ്പോ തുടങ്ങി പിടിച്ചത്. അതിപ്പോ ചപ്പാത്തി പറിക്കാൻ വേണ്ടേ? ഇതിന്റെ മേളിൽ ഇതൊന്നും വെക്കരുത്, നോൺ സ്റ്റിക്ക് ആണ്. ഇനി ഏതെങ്കിലും കാലത്ത് വീട്ടിലോട്ട് ചെല്ലുമ്പോ പെണ്ണുമ്പിള്ളേന്റെ സവാടക്കറത്ത് ഇത് ഉരച്ച് കളഞ്ഞെന്നും പറഞ്ഞുണ്ട്. എടാ നോക്കിയടാ, ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് എന്ന് നോക്കി. എന്തെങ്കിലും കുറവുണ്ടോ നോക്കി. അല്ലേ ചൂട് സമയം ഉണ്ടാ. സാധനം എങ്ങനെയുണ്ട്? എന്ത് ചിക്കിയതാണെങ്കിലും കറിയായില്ലേ? എന്ത് ചിക്കിയതായാലേ കറിയായോ? ഇനിയേ വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് മറിച്ച് തീർത്തോ? പച്ചവെള്ളം വെളിച്ചെണ്ണയോടൊപ്പം ആവുന്നില്ല എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. എടാ ഇത് ഓക്കെ ഇല്ലേ? ഇതപ്പൊ എങ്ങോട്ട് മാറ്റി വെക്കും? ഇതിപ്പോ എങ്ങോട്ട് ഇറക്കി വെക്കും? എടാ തുണി എടുത്തില്ലല്ലോടാ. ഇത് ഇറക്കി വെക്കാനായിട്ട് ഓഫ് ചെയ്തില്ല. ഓഫ് ചെയ്യട്ടെ? അതാണ് ഞാൻ നോക്കിയത്.
ഇനിയിപ്പോ എങ്ങനെ കത്തിക്കും? ലൈറ്ററെടുത്ത് കത്തിക്ക്. എന്തിനാ? ആ പേപ്പർ എടുത്ത് ഇങ്ങോട്ട് തന്നേ. ആ പേപ്പർ ഇങ്ങോട്ട് തന്നേ. അവിടെ വെക്ക്. ഇത് മാറ്റിയാലേ കത്തിക്കാൻ പറ്റുള്ളൂ. ഇത് മാറ്റണം. മുട്ടക്കറി ആവും. എടുക്ക്. ഇതെന്നാലും അതെങ്ങനെ കെട്ടുപോയത്? ഇത്രയും പോരെ ലൂസ്? അത് കുറച്ചുകൂടി ടൈറ്റ് ആക്കണം. അത് തന്നെയാ പറഞ്ഞത്. ഇതുപോലെ ഓക്കെ അല്ലേ? പിന്നെ എന്താ വേണ്ട? ഇതിനകത്തോട്ട് ഇടത്തെ വേസ്റ്റ് ബോക്സ് പോയതാണ്, അതുകൊണ്ട് സേഫാണ്. അത് പാത്രത്തിലേക്ക് ഇടണം. ആ പാത്രത്തിന്റെ മുളക് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് ഇടാം. പാത്രത്തിലിട്ട് പാത്രം കഴിക്കാൻ വേണ്ടേ? അതല്ലേ പറഞ്ഞ അതിനകത്തേക്ക് ഇട്ടോ. ഇതുകൊണ്ട് അത് താഴെ എന്താ വേണ്ട? ഓഫ് ചെയ്തു. തോർത്തെന്തി എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടോ അവിടെ? ഏത്? ഇതേ ഇതിനകത്ത് ഇത്തിരി വെള്ളം കോരി ഒഴിക്കോ? ഒഴിച്ചിട്ടോ നമുക്ക് കഴുകാൻ സുഖമായിരിക്കും. മതിയടാ. എന്നാ ഇതെവിടെയെങ്കിലും മാറ്റി വെക്കോ. അങ്ങനെയാണെങ്കിൽ ചപ്പാത്തി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കവർ എന്തിയേ? ഇതിന്റെ അടപ്പ് എന്തിയേ? ഇതിന്റെ അടപ്പ്